ഇവിടം ഇനി ഉറങ്ങില്ല. അത്രയേറെ മനോഹരമായിരിക്കുന്നു ഇവിടം. ഒരു യാത്രയിൽ പ്രകൃതിയുടെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ ബൈപ്പാസിലൂടെ നടന്നോ വണ്ടിയിലോ ഒന്ന് പോയാൽ മതി. സ്ഥലം വികസനമുണ്ടായി. വികസനം എന്ന് ഞാൻ പറയുന്നത് ഈ സ്ഥലത്തിന്റെ വികസനവും കൂടെയാണ്. ഒരു ഒരു ഇപ്പം നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം എടുത്തിട്ട് ഇഷ്ടമുള്ളത് അങ്ങ് ഡെവലപ്പ് ചെയ്ത് പോകാൻ സ്ഥലമുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഇടുക്കമായിരുന്നു അഞ്ചലിന്. ആ ഇടുക്കം അങ്ങ് മാറി. ഇനിയിപ്പം നമുക്കൊരു ഈ ബൈപ്പാസിന്റെ രണ്ട് സൈഡും ധാരാളം സ്ഥലമുണ്ട്. നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ മനോഹരമായ ഒരു അഞ്ചൽ ഉണ്ടാക്കാൻ പറ്റും. രാവിലെയും വൈകുന്നേരവുമാണ് ഈ കാഴ്ചകൾ ബൈപ്പാസ് നമുക്ക് സമ്മാനിക്കുന്നത്. ഫെബ്രുവരി 21 പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്ന അഞ്ചൽ ബൈപ്പാസിൽ നിന്നുള്ള കാഴ്ചകളാണിത്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അഞ്ചൽ രാജീവ് പറഞ്ഞ വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അഞ്ചലിൻ്റെ ഒരു വികസന കുതിപ്പിന് വലിയ സാധ്യതകൾ ഒരുക്കുന്ന ഒരു സംവിധാനമായി ബൈപ്പാസ് മാറുകയാണ്. കാരണം ഈ ബൈപ്പാസിൻ്റെ രണ്ട് സൈഡിലുമായി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് വികസന കാര്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ ഒക്കെ അത് വരുമ്പോൾ ഒരു വലിയ പട്ടണമായി അഞ്ചലിന് മാറാനുള്ള സാധ്യതകളുണ്ട്. അത് വളരെ ആസൂത്രിതമായി, സംഘടിതമായി, ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് ഒരു വലിയ പട്ടണമാക്കി അഞ്ചലിനെ മാറ്റാൻ കഴിയും. അതിനുള്ള സാധ്യതകളുണ്ട്. മാനവീയ വീതിയിലെ നൈറ്റ് ലൈഫും കോഴിക്കോട് നൈറ്റ് ലൈഫും ഒക്കെ ആസ്വദിക്കുന്നവരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ടൂറിസം സാധ്യതകൾ ധാരാളമുണ്ട് അഞ്ചൽ ബൈപ്പാസിലും. നമ്മുടെ ഈ മലയോര മേഖലയിൽ അതിവേഗം വികസനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അഞ്ചലിലെ ഗതാഗത കുരുക്ക് മാറേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉപകാരപ്രദമായി വരുന്ന ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം അത് സാധ്യമാക്കാൻ നമ്മുടെ ബഹുമാനായ MLA 20 വർഷം മുൻപ് അദ്ദേഹം MLA ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കുവാനും കഴിഞ്ഞത് അഭിമാന നേട്ടമായി തന്നെ കാണുകയാണ്. അതിരാവിലെ എഴുന്നേറ്റൊരു നടത്തം, പുലരിയോളം നീളുന്ന പാട്ട്, ഡാൻസ് കൂട്ടായ്മകൾ, ഭക്ഷണം ആസ്വദിക്കുവാൻ കഫേകൾ, ചായക്കടകൾ, എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട് ഇവിടെ.